അവരത് ചെയ്യാത്തത് പല പതിറ്റാണ്ടുകളായ പ്രശ്നമാണ്. അത് പതിറ്റാണ്ടുകളായി നിയമ പോരാട്ടം അടക്കം നടക്കുന്ന ഒന്നാണ്. അതിനിടയിൽ കേരളത്തിൽ സംഭവിച്ചത് ഒരു സർക്കാർ മാറി വന്നു. മുൻപ് പ്രതിപക്ഷത്തിരുന്നവർക്ക് ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കേസാണ് എന്നൊരു വിചാരം. പക്ഷെ അതിനപ്പോൾ അങ്ങനെ എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? പുതിയ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിലും ഇന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാകുമെന്നു തന്നെയാണോ? കുടിയിറക്ക് ഭീഷണി ഇല്ല എന്ന് തന്നെയാണോ, അതോ മറിച്ചാണോ? കുടിയിറക്ക് ഭീഷണി ഇല്ല, അതിനെ സംബന്ധിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. 1948 സിദ്ദിഖ് സേട്ടു ഈ പ്രദേശത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. അതിൽ 14 കുടുംബങ്ങൾക്ക് പറവൂർ തഹസിൽദാരിൽ നിന്നും കുടിയാൻ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു കൊടുത്തതായിട്ട് നമ്മുടെ രേഖകളിൽ കാണുന്നുണ്ട്. 53 വരെയും 50 ഫറൂഖ് കോളേജിന് ഇത് ദാനമായി കൊടുത്തതിന് ശേഷം 53 വരെ സിദ്ദിഖ് സേട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചേക്കുന്നത്. അത് നമുക്ക് ഡോക്യുമെന്റിൽ കാണാൻ പറ്റുന്നുണ്ട്. 53 മുതൽ ഇവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനും, അതായത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനുമാണ് കേസുകൾ കൊടുക്കുന്നത്. അങ്ങനെ പോയി 71 ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് കാണുന്നു. അന്നേരം ഈ ഭൂമിയെ ഏൽപ്പിക്കുന്നത് റിസീവറിൻ്റെ കൈവശമാണ്. റിസീവർ ഇത് 71 മുതൽ 88 വരെയും റിസീവറിൻ്റെ കൈവശമായിരുന്നു. 75 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നു. 76 മുതൽ 88 വരെയും 12 വർഷം ഇവിടെ കുടിയാൻ സംഘം 156 കുടുംബങ്ങളും 20 അല്ലാതെയുള്ളവരും, കാരണം 156 പേരുടെ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട് ഫറൂഖ് സബ് കോടതിയിൽ നിന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതില്ലാതെ 20 പേരില്ലാത്തവരും അടക്കം 176 കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും പരിശ്രമിച്ചു. അപ്പോൾ 88 പറഞ്ഞു ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന്. ഈ 88 റെസൊല്യൂഷൻ പാസ്സാക്കി ഫറൂഖ് കോളേജ് പറയുകയാണ് പറവൂർ സബ് കോടതിയിൽ റിസീവറിൻ്റെ കൈവശമുള്ള ഭൂമി അവിടുത്തെ താമസക്കാർക്ക് വിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്, ആ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരണം. അപ്പോൾ പറവൂർ സബ് കോടതി പ്രിൻസിപ്പൽ ജഡ്ജി ആ ഭൂമി ഫറൂഖ് കോളേജിന് തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു താമസക്കാർക്ക് വിൽക്കാം, അതിന് വില്ലേജ് ഓഫീസർക്ക് അതിനുള്ള അനുവാദം കൊടുക്കുന്നു, അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനും കൊടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ സംഭവിച്ചേക്കുന്നത്. ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കുന്നു. ഇതിനിടയിൽ KS ഹംസ, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് ചെയർമാൻ പറയുകയാണ്, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം ദയനീയതയുണ്ട്. ഇത് അവരുടെ ഭൂമിയല്ല, അവരെ പോൾ വക്കീൽ എന്തോ സഹതാപം വേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. ഇത് പോൾ വക്കീല് ആ സഹതാപം ആവശ്യമില്ല. ഞങ്ങൾ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമി പണം കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്ത് പോക്കുവരവ് ചെയ്ത് തണ്ടപ്പേര് പിടിച്ച് എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു നിയമങ്ങളും പാലിക്കാതെയാണ് വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്തൊരു കള്ളന്മാരെ പോലെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹംസ സാർ പറയുന്നു ഈ പറയുന്ന പോലെ വേദനിക്കേണ്ട. പിന്നെ പറയുന്നു മുഖ്യമന്ത്രിയെ ആരോ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ എങ്ങനെ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും? 102 MLA-മാരുടെ ബഹുഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് തന്നെ ചെയ്തിരിക്കുന്ന വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുന്നതിനുള്ള അധികാരം ക്യാബിനറ്റിനുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയെ വളരെ മോശകരമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രീകരണമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു ഇടവേള എടുത്തോട്ടെ. അല്ല, അതെ, അതോടൊപ്പം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആ വഖഫ് പറയൂ പെട്ടെന്ന് പൂർത്തീകരിക്കും. അങ്ങനെയുള്ള ആ വഖഫ് ബോർഡ് ചെയർമാനെയും വഖഫ് ബോർഡിനെയും ആ അധികാരം ഉപയോഗിച്ച് അതിനെ പിരിച്ചുവിട്ടിട്ട് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വഖഫ് ബോർഡിനെ തന്നെ തിരഞ്ഞെടുക്കണം. അതാണ് അത്യാവശ്യമായിട്ട് വരേണ്ടത്. അതോടുകൂടി ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. Debate with Madhu Saji.